ചീൻചട്ടി ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂണ് പെരുംജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 കഷ്ണം കറുവപ്പട്ടയാണ്, പിന്നെ 4 ഗ്രാമ്പു, 2 ഏലയ്ക്ക, പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് മല്ലി. ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുമന്ന് മൂത്ത് മണം വരുന്നിടം വരെ ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് 1 കൈ അളവ് പൊട്ടുകടലയോ അല്ലെങ്കിൽ എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അരമുറി തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വെള്ളം വറ്റി വന്നാൽ മതി, ചുമക്കണ്ട തേങ്ങ. എന്നിട്ട് അത് ഓഫ് ചെയ്ത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 സവാള അരിഞ്ഞത്, നിങ്ങൾക്ക് ചൊരക്കയോ അല്ലെങ്കിൽ പീച്ചങ്ങയോ അല്ലെങ്കിൽ ചൗച്ചവോ അതുണ്ടെങ്കിൽ അത് ഒരു 2 കപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കാശ്മീരി ചില്ലി, മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ അരപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് നല്ലതുപോലെ വേവിച്ച് എടുത്തിട്ട് മല്ലിയില ഇട്ടെടുത്താൽ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയൊരു കറിയാണ്.